ഇന്നത്തെ ഈ ഒരു ദിവസം പ്രഭാഷണം കൂടി കണക്കുകൂട്ടിയാൽ ഈ ഒരു ക്ഷേത്രത്തിൽ എൻ്റെ 25ാമത്തെ പ്രഭാഷണമാണ്. 24 പ്രഭാഷണം 2014 മുൻപും 25ാമത്തെ 2024 അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. ഈ ഒരു ക്ഷേത്രവുമായിട്ട് വളരെ നല്ല ഒരു ദൈവിക ചൈതന്യം ഏറെയുള്ള ഒരു ക്ഷേത്രം. അധികം സ്നേഹവും ഔന്നത്യവുമുള്ള കുടുംബാംഗങ്ങൾ. എല്ലാവർക്കും പറയാൻ നിരവധി പാരമ്പര്യത്തിൻ്റെ കഥകളുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മുന്നിൽ നിരവധി പ്രഭാഷണങ്ങൾ കേട്ട് പരിചയമുള്ളതുകൊണ്ട് അത്തരത്തിലൊരു ഭക്തി പ്രഭാഷണം പറയുക എന്നുള്ളതല്ല എൻ്റെ മനസ്സിലുള്ളത്. മറിച്ച് നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ദേവകാര്യങ്ങൾ ചെയ്യുന്നത്, നാമം ജപിക്കുന്നത്, ഏതെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നത്, പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുന്നത്, ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് എന്ന ഒരു കാര്യത്തെ ഒരു 50-55 മിനിറ്റ് സമയം പറയുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടൊരു 9 മണിക്ക് നിർത്തുന്ന തരത്തിൽ, കാരണം 8 മണിയായി എന്നുള്ളതുകൊണ്ട് ഒരു സമാധാനത്തിന് 8:59 നിർത്തുന്ന തരത്തിൽ വിഷയം അവതരിപ്പിക്കട്ടെ. അപ്പം ഇതിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടാകുക എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പറയുന്നത്. ഒരു പ്രഭാഷണവും ആ ഹാളിൻ്റെ ഉള്ളിൽ തീരരുത്. അത് വീട്ടിൽ ചെന്ന് ചർച്ച ചെയ്യണം. ജീവിതത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചന ചെയ്താൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ലഭിക്കുകയുള്ളൂ. ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞു, ഈ മുറജപം ഭംഗിയായി അവരുടെ പദ്യമായും ഗദ്യമായും നമ്മുടെ മുന്നിൽ ഋക്കും യശസ്സും ചൊല്ലുന്ന സമയത്ത് മനോഹരമായി നമ്മളത് കേൾക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പദം, ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ വന്നാൽ അതിനെക്കുറിച്ച് വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞാൽ, അതുപോലെ കേട്ട കാര്യങ്ങളിൽ ഒന്ന് വിചാരം ചെയ്യണം എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട്. നമ്മളെല്ലാവരും വിവാഹം കണ്ടിട്ടുണ്ട്. വിവാഹം എല്ലാവരും കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അത് നല്ലപോലെ അനുഭവിച്ചിട്ടുമുണ്ട്. ആ വിവാഹത്തിൻ്റെ ചടങ്ങിൽ ആ ചടങ്ങ് മൊത്തം സമസ്ത ദേവഗണങ്ങളെയും ഒരു യജ്ഞമണ്ഡപത്തിലേക്ക് ആവാഹിച്ച് വധൂവരന്മാർ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ചില പ്രതിജ്ഞകളോട് കൂടിയിട്ടാണ് നമ്മുടെ വിവാഹം. ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുമുണ്ടാവില്ല. വിവാഹം കഴിക്കുന്ന ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ഒരു ബോധ്യവും അതിനെക്കുറിച്ചുണ്ടാവില്ല. നിർഭാഗ്യവശാൽ അച്ഛനമ്മമാർക്ക് അത്രയുമില്ല. ആകെ നമ്മുടെ ധർമ്മത്തിന് പറ്റിയ ഒരു ലോപം ഇത്രയും മനോഹരമായ മഹിതമായ നമ്മുടെ സംസ്കാരത്തെ നാം അത് കൈവിട്ട് കളഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ തലമുറയുടെ പ്രശ്നമല്ല, ഇന്നത്തെ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നമല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെയും പ്രശ്നമല്ല, ലഹരിയുടെ പ്രശ്നമല്ല. നമ്മുടെ പാരമ്പര്യം വളരെ മഹിമയുള്ളതാണ്. ആ പാരമ്പര്യത്തെ വീണ്ടും വിധത്തിൽ പഠിച്ച് മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ മറന്നുപോയി. ഇത് മാത്രമേ നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ പുതിയ തലമുറയെ കുറ്റം പറയരുത്. ആരോ തന്ന ചില സാങ്കേതിക വാക്കുകൾ കൊണ്ട് അവരെ ജെൻസി എന്നും ജനറേഷൻ ഇസെറ്റ് എന്നും ഒക്കെ പറഞ്ഞ് അവരൊരു പ്രത്യേക തരത്തിലാക്കരുത്. അവർ നല്ല മക്കൾ തന്നെ. പക്ഷെ അവരുടെ പ്രശ്നം അവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റിയ ഒരു അമ്മയും അച്ഛനും വീട്ടിലില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോവുകയാണ്. അത്തരത്തിൽ എന്തൊക്കെയോ ചെയ്യുന്ന കൂട്ടത്തിലാണ് പെൺകുട്ടി രണ്ടാമത്തെ സാരി ചുറ്റുന്നൊരു സമയമുണ്ട്. ചിലപ്പോൾ വരന്റെ ഗൃഹത്തിൽ കയറുന്ന സമയത്തോ അല്ലെങ്കിൽ കയറിയതിന് ശേഷം ഏതായാലും വരന്റെ ഗൃഹത്തിലേക്ക് പെൺകുഞ്ഞ് ചെല്ലുന്ന ഒരു സമയം
ഒരു ചടങ്ങ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. സത്യത്തിൽ ആ ചടങ്ങിന്റെ പേര് കുടിയിരുത്തുക എന്നതാണ്. ഒരു പെൺകുട്ടി ഏതോ ഒരു വീട്ടിൽ ജനിച്ചു. അച്ഛനമ്മമാർ ആ കുഞ്ഞിനെ തപം ചെയ്ത് ഏതാണ്ട് വിവാഹത്തിന്റെ പ്രായമായി. ആ യൗവനയുക്തയായ ഒരു പെൺകുഞ്ഞ് ആ മണ്ണിൽ വളർന്ന ആ പെൺകുഞ്ഞിനെ വേരോടുകൂടി പിഴുതെടുക്കുകയാണ്. മറ്റൊരു മണ്ണിൽ കൊണ്ടുപോയി നടാൻ പോവുകയാണ്. ആ മണ്ണിൽ വളർത്തുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളരാനുള്ള സാഹചര്യം ആ മണ്ണിനുണ്ടെങ്കിൽ ആ കുഞ്ഞ് അവിടെ വളരും. ആ സാഹചര്യം ഒരുക്കേണ്ടത് ഭർതൃഗൃഹക്കാരാണ്, അല്ലാതെ ഈ പെൺകുഞ്ഞിന്റെ അച്ഛനും അമ്മയുമല്ല. അതുകൊണ്ട് ഭർത്താവിന്റെ ഗൃഹത്തിലുള്ളവരോട് ഈ പെൺകുഞ്ഞിന്റെ വരവിനെ പറയുന്ന പേരാണ് കുടിയിരുത്തുക എന്നത്. കുടിയിരുത്തുന്ന ചടങ്ങ് ഈ പെൺകുഞ്ഞിനെ ഒരു ഭഗവതിയായി ദേവിയായി കാണാണ്. ദേവകാര്യ സമൃദ്ധ്യതയായി വരികയാണ് ഈ കുഞ്ഞ്. ദേവകാര്യം ചെയ്യാനാണ് ഈ പെൺകുഞ്ഞ് ആ വീട്ടിൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പെൺകുഞ്ഞിനെ ദേവതയായി കണ്ട് ആ കുഞ്ഞിനെ കുടിയിരുത്തുന്ന ചടങ്ങാണ്. നിർഭാഗ്യവശാൽ പോകുന്ന കുഞ്ഞിനും ഇതറിയില്ല, ആ വീട്ടുകാർക്കും ബോധ്യമില്ല, ആ കെട്ടുന്ന പയ്യനും അതറിയില്ല, ആനയിക്കുന്ന സ്വീകരിക്കുന്ന നാത്തൂനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. ആകെ കൂടി രാക്ഷസ യുദ്ധമാണ് മിക്കവാറും നടക്കുക. ഞാനതുകൊണ്ട് ഒരു 10-68 വീടുകളിൽ ഈ അടുത്തൊരു 5-10 വർഷത്തിനിടയിൽ ഈ കിടക്കം കൊണ്ട് കയറുന്നത് കാണാൻ പോയിരിക്കും. അത് പോയി നിൽക്കാൻ വലിയ രസമാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുഞ്ഞുങ്ങൾ സ്ലിം ബ്യൂട്ടിയാണ്. സ്ലിം ബ്യൂട്ടി എന്നല്ലാതെ പറയുന്നത് മെലിച്ച രോഗം എന്നാണ് പറയുന്നത്. ഭക്ഷണമൊന്നും കഴിക്കാതെ 2 വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ച് ശീലിച്ച് ഉള്ളരടിയിൽ ഭക്ഷണമേ പറ്റാതെ അങ്ങനെ പ്രത്യേക തരത്തിൽ കഴിച്ച് സ്ലിം ബ്യൂട്ടി എന്ന മെലിച്ച രോഗമായി. ഒരു വിശ്വസുന്ദരി മെലിച്ച രോഗം വന്നിട്ട് മരണപ്പെട്ടത് ഈ അടുത്ത്. അങ്ങനെയുള്ള കുഞ്ഞ് ഒരു 1.5-2 കിലോ വെയിറ്റുള്ള പട്ട് സാരിയാണ് ചുറ്റണത്. അപ്പൊ തന്നെ നിൽക്കാൻ പറ്റില്ല. ആ സമയത്താണ് ഒരു 4 കിലോ വെയിറ്റിലുള്ള ഒരു വിളക്ക് എടുത്ത കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ ഒരു ആട്ടാവുന്നത് 1/2 കിലോ എണ്ണയെങ്കിലും അത് ഒഴിക്കും. 4.5 കിലോ തന്നെ കൂടെ 2 കിലോ മേലുണ്ട്. പിന്നെ സ്വർണത്തിന്റെ കാര്യം പറയണ്ട. ആകെ കൂടി കുഞ്ഞ് നിൽക്കുക. ആ സമയത്താണ് ആരാന്നറിയില്ല, ആ വലിയ എണ്ണയിൽ ഒരു ചെറിയ തിരിയും. ഇതാരായിരിക്കും ആ വിളക്ക് തയ്യാറാക്കിയിട്ടുണ്ടാവുക നിങ്ങളുടെ അഭിപ്രായത്തിൽ? കാരണം ഈ തിരി, ആ എണ്ണ വിളക്കൊന്ന് അനങ്ങിയാൽ, എണ്ണ ഒന്ന് ഓളം കെട്ടിയാൽ ആ തിരി ഇറങ്ങിപ്പോണം. ആ തിരി കെട്ടണം. ആരായിരിക്കും ഈ വിളക്ക് തയ്യാറാക്കിയിട്ടുണ്ടാവുക? ചിരി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുക. ആ ഭാഗം അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു അമ്മായിയമ്മയും എല്ലാ വീട്ടിൽ വിളക്ക് തയ്യാറാക്കുന്നവർക്ക് എന്തിനാന്ന് പോലും അറിയില്ല. അവരെന്തോ കണ്ടു, എന്തോ അനുഭവിച്ചു, അത് അടുത്ത തലമുറ അനുഭവിക്കട്ടെ. ദയവ് ചെയ്ത് ഇത്രയും ആ പെൺകുഞ്ഞിന്റെ ആരോഗ്യമൊക്കെ ഒന്ന് നോക്കി പറ്റിയ ഒരു വിളക്ക്. കൊടുങ്കാറ്റടിച്ചാലും കെടാത്ത ഒരു തിരി. അതിന് എണ്ണയുടെ ആവശ്യം ആ ഒരു ക്രിയ ചെയ്യാൻ മാത്രമുള്ള, അതുകൊണ്ട് 1/2 കിലോ എണ്ണയുടെ ആവശ്യം അതിലേക്ക്. അപ്പൊ നെയ്യാണെങ്കിൽ കേരളമായി. അങ്ങനെ കെടാത്ത ഒരു തിരിയും കൊടുങ്കാറ്റടിച്ചാലും അങ്ങനെ കെടാത്ത തിരിയും അങ്ങനെ ആ വിളക്കുമായി ഈ കുഞ്ഞ് കയറാൻ പോവാണ്. സാധാരണ പടി എന്ന് പറയുന്നത് 6 ഇഞ്ച് 7 ഇഞ്ച് ഉയരമാണ് ഒരു പടിക്ക് പാടുള്ളൂന്നാണ് നിയമം. ഒരടി ഇതുപോലെ വീടിന്റെ പടികൾ. ഇതൊന്നും ഉയർത്തി വയ്ക്കാൻ നമ്മൾക്കൊരു 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കാലൊന്നും തോന്നില്ല. അതൊരു സ്റ്റെയർ കേസ് ആയാലും നമ്മുടെ വീടിന്റെ മുന്നിലുള്ള ആ പടികളായാലും പണിയുമ്പോൾ ശ്രദ്ധിക്കൂ, 6 ഇഞ്ച് മതി ഉയരം. എന്നാൽ ഈ വീടിന്റെ ഉയരം 1 ഇഞ്ചൊക്കെ ഉണ്ട്. ഇപ്പൊ 1 അടി 12 ഇഞ്ച് ഉയരത്തിയുള്ള ഒരു പടി. ഈ സാരിയൊക്കെ കൊടുത്ത് ഈ കുഞ്ഞിനെ കാലിലേക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അവർ അശരീക്ക് കേൾക്കുക, ആരെങ്കിലും ആ സാരി ഒന്ന് പൊട്ടി കൊടുക്കൂ എന്ന് പറയണ കേൾക്കാം. അപ്പൊ ആരോ വന്ന് ആ പെൺകുഞ്ഞിന് ഒന്ന് കാലെടുത്ത് വെക്കാൻ പാകത്തിനൊന്ന് ചെറുതായിട്ട് ആ സാരി ഒന്ന് ഉയർത്തി കൊടുക്കും. ആ കാല് വെക്കേണ്ട സമയം അടുത്ത അശരീരി കേൾക്കും. ആ അശരീരിയാണ് സ്മൈൽ പ്ലീസ്. അതായിരിക്കും. ഇനി പുള്ളിയാണ് കാര്യങ്ങൾ തീരുമാനിക്കണം. ഇനി ഒരു സനാതന ധർമ്മവും ഇല്ല, ഒരു ആചാരങ്ങളും ഇല്ല. ഇനി പുള്ളിക്ക് അനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം.
പുള്ളിയല്ല തീരുമാനിക്കേണ്ടെന്ന ഒരു ബോധ്യം നമുക്ക് വേണം. അത് നമുക്കില്ല നിർഭാഗ്യവശാൽ. ഏതായാലും സ്മൈൽ പ്ലീസ് പറഞ്ഞു, അല്ലെങ്കിൽ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ ബുദ്ധിയാണ്. അപ്പൊ എന്തായാലും എന്നോട് ബുദ്ധിയിക്കട്ടെ. അപ്പൊ സ്മൈലൊക്കെ കഴിഞ്ഞ് ഈ വധുവരന്മാര് കയറി ഈ വിളക്ക് ഒരിടത്ത് കൊണ്ടുവയ്ക്കും. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ആചരണമുണ്ട്. ഇപ്പൊ കുടിയിരുത്തുക എന്ന ചടങ്ങിന്റെ ഭാഗമാണ് ഇതെല്ലാം. ദേവിയാണ്, ഭഗവതിയാണ് വരുന്നത് എന്ന ഭാവം പെൺകുഞ്ഞിന് വേണം, ആൺകുഞ്ഞിന് വേണം. ആ വീട്ടിലുള്ള സർവ്വ ബന്ധുജനങ്ങൾക്കും ആ ഭാവമൊക്കെ വേണം. ഇനി കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത് കുഞ്ഞിനെ? ആൺകുഞ്ഞിനെ, പെൺകുഞ്ഞിനെ അല്ല. എല്ലാവരും കൂടി പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കൊണ്ടേ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സനാതന ആചരണങ്ങൾ പഠിപ്പിക്കേണ്ടത് പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അതേ ഗൗരവത്തോടെ ആൺകുഞ്ഞുങ്ങളെയും ഇതൊന്ന് പഠിപ്പിക്കണം. ദയവ് ചെയ്ത് അമ്മമാരോടാ പറയുന്നത്. ആൺമക്കൾക്ക് ഒന്നും ഒരു പ്രശ്നമില്ല, അവർ ഏത് താന്തോന്നിയായാലും പ്രശ്നമില്ല. പെൺകുഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ അത് ലോകത്ത് മുഴുവൻ പ്രാർത്ഥിക്കും. ദയവ് ചെയ്ത് പെൺകുഞ്ഞിനെ എന്തൊക്കെ പഠിപ്പിക്കുന്നോ അത്രയും തന്നെ ആൺകുഞ്ഞിനെയും പഠിപ്പിക്കണം. അതുകൊണ്ട് ഈ ദേവതാ ചടങ്ങിൽ ആ വിളക്കവിടെ വെച്ചാൽ വധൂവരന്മാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അതിന്റെ സങ്കല്പം ഇതാണ്. വിളക്ക് അഗ്നിയാണല്ലോ, ജാതവേദസാണ് അഗ്നി. സഹസ്രകിരണനാണ്, ചണ്ഡകിരണനാണ്, പകലോനാണ്, പകലുണ്ടാക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദിവമുണ്ടാക്കുന്ന ദിവാകരനാണ്, സവിതൃഭാവമുണ്ട്, ഹിരണ്യഗർഭനാണ്. അങ്ങനെയുള്ള ആ വിളക്കിന്റെ മുന്നിൽ നിന്ന് രണ്ടുപേര് പ്രാർത്ഥിച്ചു. അല്ലയോ ജാതവേദസേ, അല്ലയോ അഗ്നി, അങ്ങാണ് ഞങ്ങളുടെ വീടിന്റെ ഗൃഹനാഥൻ. ആ വാക്ക് മറക്കരുത്. അഗ്നിയാണ് ഒരു വീട്ടിലെ ഗൃഹനാഥ സങ്കല്പം. ഇപ്പോ നമ്മളൊക്കെ വിചാരം ഗൃഹനാഥ റേഷൻ കാർഡിൽ നമ്മുടെ വേറെ നമ്മളാണ്. ഇപ്പൊ വലിയ ഡിഗ്രിയാ. ആരാ വീട്ടിലെ ഗൃഹനാഥ? നാഥൻ. എങ്ങനെയാണ് റേഷൻ കാർഡിൽ കൊണ്ടാണ്. ഒരാൾ പറഞ്ഞു, ഞാനാ ഈ വീട്ടിലെ ഗൃഹനാഥൻ. അപ്പോ നിങ്ങളാണോ ഗൃഹനാഥൻ? അതെ അതെ, കൊള്ളാം. 10 കൊല്ലം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നു. ഗൃഹനാഥൻ എവിടെ? ആള് പോയി. അപ്പൊ ഇപ്പൊ ഞാൻ മകനാണ് ഇപ്പൊ ഗൃഹനാഥൻ. അപ്പൊ നേരത്തെ ഗൃഹനാഥനോ അടിച്ചു. ഒരു 20 കൊല്ലം കഴിഞ്ഞ് ചെന്നു. ഗൃഹനാഥൻ എവിടെ? ആള് പോയി. ഇപ്പൊ വേറെ ഒരാളാണ്. ഇങ്ങനെ മാറി മാറി വരുന്നതല്ല ഗൃഹനാഥ സങ്കല്പം. നമ്മളൊക്കെ പോയാലും ചിരന്തനമായി നിലനിൽക്കുന്ന നിത്യസത്യമാണ് അഗ്നി. അതുകൊണ്ട് അഗ്നിയാണ് നമ്മുടെ ഗൃഹനാഥൻ എന്നുള്ളത്. ഇത് മറക്കരുത്. അതുകൊണ്ട് ഹേ അഗ്നി, അങ്ങാണ് ഈ വീട്ടിലെ ഗൃഹനാഥൻ. എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങയെ ജ്വലിപ്പിച്ച് അങ്ങയുടെ മുന്നിൽ അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിച്ചു കൊള്ളാം. ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ജീവിതത്തിൽ എല്ലാ ദിവസവും ഞങ്ങൾ അഗ്നിക്രിയ ചെയ്തു കൊള്ളാം എന്ന് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് വിവാഹത്തിൽ. ഒന്നാമത്തെ കാര്യം മറക്കരുത്. രണ്ടാമത് പറഞ്ഞു, ഹേ അഗ്നി, അങ്ങ് ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ആളാണല്ലോ, ഞങ്ങളുടെ ജീവിതത്തിന് വെളിച്ചമായി തീരണേ എന്ന് പ്രാർത്ഥിച്ചു. മൂന്നാമത് പറഞ്ഞു, ഹേ അഗ്നി, അങ്ങ് ജ്ഞാനമാണല്ലോ, അറിവാണല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിവായി ജ്ഞാനമായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന ചടങ്ങിന്റെ പേരാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം. ഒന്ന് പറഞ്ഞേ, ഒന്ന് കേട്ടു, അല്ലാതെ കേൾക്കില്ല. ഗൃഹസ്ഥാശ്രമ പ്രവേശം ഒന്ന് പറയൂ. എനിക്ക് എന്റെ ജീവിത പ്രശ്നമാണോ? ഒന്നുകൂടി പറഞ്ഞു നോക്കാമോ? അത് കേൾക്കാനാ പറയാറുള്ളത്. ഗൃഹസ്ഥാശ്രമമല്ല, സ എന്ന അക്ഷരം ഇട്ട് ഇവിടെ നമ്മൾ ഉൾപ്പെട്ട ശ എന്ന അക്ഷരം ഇട്ടാൽ ഇത് അതിനെ ശ്രാം ഉച്ചരിക്കരുത്. ഗൃഹസ്ഥാശ്രമമാണ്, ഗൃഹസ്ഥാശ്രമമല്ല. ശ്രീരാമനല്ല, ശ്രീരാമനാണ്. ശ്രീകൃഷ്ണനല്ല, ശ്രീകൃഷ്ണനാണ്. ഹരിശ്രീ ഗണപതയേ നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഹരിശ്രീയാണ്. ഹരിശ്രീ എന്നൊന്നും പറഞ്ഞ് എഴുതരുത്, ചുമ്മാ അലോക്കം എഴുതിപ്പോകണം. ഹരിശ്രീ അല്ല, ഹരിശ്രീ. അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പഠിപ്പിക്കണമെങ്കിൽ അമ്മയ്ക്ക് അറിയണം,
ആചാര്യൻ തന്നെയാണ്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമമാണ്, ഗൃഹസ്ഥാശ്രമമല്ല. ദൈവം ചെയ്ത മലയാളത്തിൽ കൊണ്ട് ഗൃഹസ്ഥാശ്രമ പ്രവേശം ഈ ചടങ്ങ് ചെയ്യുമ്പോഴാണ് നമ്മളിപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ചോദിക്കട്ടെ, ഈ ചടങ്ങുണ്ടോ? വിളക്ക് എവിടെയോ കൊണ്ട് വെക്കുന്നത് എന്താണ്? പ്രാർത്ഥിപ്പിക്കാൻ. എന്താണ് വധൂവരന്മാർ ഈ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു നേർരേഖയാണ്, ഒരു ഉപദേശമാണ്. കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഇനി അഗ്നിക്രിയ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ വിളക്ക് വെച്ച് നാമം ജപിച്ച് എല്ലാ ദിവസവും പ്രത്യക്ഷ ഈശ്വരനായ അഗ്നിയെ ഭജിച്ച് പൂജിച്ച് ഈ ഗൃഹനാഥനെ തൃപ്തിപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി തീർത്തുകൊള്ളാം. ഇതിനാ വിവാഹം കഴിച്ചത്. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാണ് വിവാഹം കഴിച്ചത്. നിർഭാഗ്യവശാൽ ഈ നാട്ടിലെ കാര്യമല്ല, എൻ്റെ നാട്ടിൽ ഒരൊറ്റ ആൾ ചെയ്യും. ഇവിടെ എല്ലാവരും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വിവാഹം കഴിച്ചവരുടെ ധർമ്മമാണ് വിളക്ക് കൊളുത്തി നാമം ജപിക്കുക. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കർത്തവ്യമാണ് എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ ചെയ്തുകൊള്ളാം. വധുവിനെ പറ്റില്ലെങ്കിൽ വരന്റെ ധർമ്മമാണ്, അല്ലാതെ സ്ത്രീകളുടെ കുത്തകയൊന്നുമല്ല. നീ വിളക്ക് കൊളുത്തില്ലെന്ന് ചോദിക്കുന്ന കേട്ടോ, പുള്ളിക്ക് വേറെ കുഴപ്പമില്ല. ഇത് അച്ഛൻ്റെ ധർമ്മമാണ്, പുരുഷന്റെ ധർമ്മമാണ്. സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ വ്യവസ്ഥയാണ് ഈ കാര്യത്തിൽ. കാരണം രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് എടുത്ത പ്രതിജ്ഞയാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശത്തിൽ. ശരി, ആ ക്രിയ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഈ പെൺകുഞ്ഞിന് നേദ്യം കൊടുക്കും. അതാണ് ഈ പാലും പഴമൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലോണം അല്ലെ, ഹിപ്പോപ്പൊട്ടാമസ് വാതറക്കണ പോലെ തുറന്ന് നല്ല പോലെ കഴിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു? അതാ പെൺകുഞ്ഞിനെ ദിവ്യായി കണ്ട് നേദ്യം കൊടുക്കുകയാണ്. ഈ ഭാവനയൊക്കെ കൊടുക്കുന്ന ആളെ മനസ്സിൽ വേണം, കഴിക്കുന്ന ആളും വേണം. പിന്നെ തൊട്ടടുത്ത ഒരാൾ വാദമിരിക്കുന്ന ആളും കൊടുക്കട്ടെ കുറച്ച്. വിവാഹത്തിൽ മുഖ്യത്വം പെൺകുട്ടിയാണ്. പെൺകുഞ്ഞിനാണ് ഇവിടെ എല്ലാ ക്രിയകളും. സനാതനമായ ഹൈന്ദവമായ നമ്മുടെ വീട്ടിലെ ആചരണങ്ങളിൽ സ്ത്രീകൾക്കാണ് സർവ്വതിനും മുഖ്യത്വം. ഒരു യജ്ഞം നടത്തണമെങ്കിൽ ആദ്യത്തെ ഇഷ്ടിക എടുത്തു വെക്കേണ്ടത് സ്ത്രീയാണ്. ആ യജ്ഞ ആചാര്യന്റെ കൂടെയുള്ള പത്നിയാണ്. അവരുടെ പത്നിയായത് യജ്ഞത്തിൽ കൂടിച്ചേർന്ന് യജ്ഞം ചെയ്യുന്നവരാണ്. യജ്ഞം നടക്കണമെങ്കിൽ ആദ്യത്തെ ഇഷ്ടിക സ്ത്രീ എടുത്തു വെക്കണം. സ്ത്രീയെ പറ്റില്ല, യജ്ഞമേ നടക്കില്ല. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന എല്ലാവരുടെയും പ്രതിജ്ഞയാണ് എല്ലാ ദിവസവും അഗ്നിക്രിയ ചെയ്ത് ജാതവേദസ് എന്ന് പറയുന്ന ഈ അഗ്നിയെ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ എന്നും വെളിച്ചവും ജ്ഞാനവും ഒക്കെ ഉണ്ടായി ഈ ചിരന്തനമായ നമ്മുടെ സംസ്കൃതിയെ സംരക്ഷിക്കുക എന്നതാണ്. ഇനി ഒന്ന് ആലോചിക്കുക, നമ്മൾ എന്താ ചെയ്തു കൊടുക്കുക? വിവാഹം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ പൊങ്ങച്ചവും കാപ്പട്യവും തൂർത്തും ഒരു കഷ്ടമാണ്. പറയുമ്പോൾ തറവാടിത്തത്തിന്റെ മഹിമ 10 മിനിറ്റ് പറയും, ചെയ്ത് കാണിക്കുന്നതോ ആവർത്തമാണ് ചെയ്ത് കാണിക്കുന്നത്. കൊട്ടും ഘോഷവും ആട്ടവും പാട്ടും ഇത് വിവാഹമല്ല കേട്ടോ, അത് യജ്ഞമല്ല. യജ്ഞത്തിൽ പ്രാർത്ഥനയ്ക്കാണ്, നാമജപത്തിനാണ് ഏറ്റവും വലിയ ചടങ്ങ്. അതുകൊണ്ട് അവിടെ നിറവറയുണ്ടാവും, വിളക്കുണ്ടാവും. അവിടെ ഗണപതിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, സർവ്വദേവതകളുമുണ്ട്. എല്ലാ ദേവതകളെയും സാക്ഷി നിർത്തിയിട്ടാണ് പ്രാർത്ഥന. ആ സമയത്താണ് തൊട്ടപ്പുറത്ത് ചിക്കനുണ്ട്, മട്ടനുണ്ട്. ഏത് ദേവതയാണ്? എങ്ങനെയാ ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവുക? ദയവ് ചെയ്ത് വിവാഹം യജ്ഞമാണ്. മാംസം മദ്യം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ എത്ര പ്രായശ്ചിത്ത കർമ്മം ചെയ്താലും ഒന്നും മാറില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നാമതൊരു പ്രതിജ്ഞ എടുക്കണം. എൻ്റെ വിവാഹത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഗൃഹത്തിൽ നടക്കുന്ന വിവാഹത്തിൽ മദ്യവും മാംസവും കൊടുക്കില്ല എന്ന് നട്ടലോടുകൂടി ഒരു തീരുമാനം എടുക്കണം. കാരണം ഇത് സനാതനമാണ്. നമ്മുടെ ധർമ്മം ശാശ്വതമാണ്, ചിരന്തരമാണ്, സത്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. വിവാഹം യജ്ഞമാണെന്നോ അഗ്നിക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന്. രണ്ടാമത്തെ കാര്യം, വിവാഹം എപ്പോഴും ഒരു സ്പിരിച്വൽ ലൈഫാണ്. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ
പുതിയ തലമുറ ചിരിക്കുന്ന വിവാഹം സ്പിരിച്വൽ ലൈഫോ? തീർച്ചയായിട്ടും ആണ്. നിങ്ങൾ കണ്ണു തുറന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെ ജീവിതവും പഠിക്കണം. ജീവിതത്തിൽ എവിടെയാണോ മറ്റുള്ളവർ ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ അവർ ഒരിടത്തും നിങ്ങൾക്ക് സ്വസ്ഥത കാണാൻ പറ്റില്ല. കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് 40% പോകുന്നു. എത്ര? 40. 100 വിവാഹം കഴിഞ്ഞാൽ 40 അല്ല 40 അടിച്ച വെള്ളം കിട്ടുകയാണ്. എന്തിനാ നമ്മൾ ഈ കുട്ടി ഘോഷിച്ച് ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ഈ ക്രിയ ചെയ്തത്? വീട്ടിൽ വന്ന് നിൽക്കാനാണോ? വഴക്കടിക്കാനാണോ? വേറിട്ട് ജീവിക്കാനാണോ? അല്ല. നമ്മൾ ജീവിക്കുന്നത് 100 വർഷം സുഖമായി അടുത്ത പരമ്പരയെ നിലനിർത്തി മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ മക്കളോട് പറയണം, ജീവിതം എപ്പോഴും ഒരു സ്പിരിച്വൽ ആയിരിക്കണം. സ്പിരിച്വൽ എന്ന് വെച്ചാൽ കുറെ ഭസ്മം ധരിക്കുക, കുറെ പൊട്ടു തൊടുക, സാഷ്ടാംഗം വീഴുക, ഇതൊന്നുമല്ല. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിന്റെ പേരാണ് സ്പിരിച്വൽ. അപ്പൊ നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാം. ഇങ്ങനെ മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നാം ജീവിക്കുന്നത്, ദീപാരാധന കൊള്ളുന്നത്, വ്രതങ്ങൾ എല്ലാ വ്രതവും ഒരുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇതൊക്കെ സ്പിരിച്വൽ അല്ല. സ്പിരിച്വൽ ആകുവാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകളാണ് ശബരിമലയ്ക്ക് പോവുക, തിരുവാതിര, ഏതൊക്കെ വ്രതം, വൈകുണ്ഠ ഏകാദശി, തൃപ്രയാർ ഏകാദശി, ഗുരുവായൂർ ഏകാദശി, പ്രദോഷ പ്രഭാതം, എല്ലാ സഹസ്രനാമങ്ങളും ഒന്നും സ്പിരിച്വൽ അല്ല. സ്പിരിച്വൽ ആകുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ക്രിയകളുടെ പേരാണ് ഇതൊക്കെ. അതിൻ്റെ അർത്ഥം ഞാൻ സ്പിരിച്വൽ ആണെന്നില്ല. എനിക്ക് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അനുപാഠമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ സ്പിരിച്വൽ ആണെന്നല്ല. ഞാൻ സ്പിരിച്വൽ ആകുവാൻ വേണ്ടി എന്നെ തയ്യാറെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന ക്രിയകൾ മാത്രമാണ് ഇതെല്ലാം. അതുകൊണ്ട് ജീവിതത്തിൽ സ്പിരിച്വൽ എന്നാൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള കഴിവ്. കുഞ്ഞുണ്ണി മാഷ് വിവാഹത്തിൽ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ നിർവചനം ഇതാണ്. അത് ഞാൻ പറഞ്ഞാൽ ഏറ്റു പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് ശ്രദ്ധിക്കണേ. കുഞ്ഞുണ്ണി മാഷ് പറയുകയാണ്, വിവാഹം എന്ന് പറഞ്ഞാൽ പറയാതറിയാൻ അറിയാമോ എന്ന് പറഞ്ഞ് ഉറക്കം പോകാനുള്ള പറയാതറിയാൻ അറിയാമോ? പറയാതെ എൻ്റെ കൂടെയുള്ള ഒരാൾ പറയാതെ തന്നെ അയാളുടെ മനോവിചാരവും മനോവികാരവും മനോഗതിയും മനസ്സിലാക്കാനുള്ള ഒരാളുടെ കഴിവാണ് അയാളെ വിവാഹത്തിന് പ്രാപ്തമാക്കുന്നത്. അതായത് 22 വയസ്സല്ല കേട്ടോ, 25 വയസ്സല്ല കേട്ടോ, 30 അല്ല, ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ചല്ല. ബന്ധുജനങ്ങളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ് അതുകൊണ്ട് കുഞ്ഞിന്റെ വിവാഹം നടത്തരുത്. പറയാതെ അറിയാനുള്ള കഴിവും പക്വതയും അറിവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വിവാഹം കഴിപ്പിക്കണം. അതൊരു 20-22 വയസ്സാകുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കണം. അതാരുടെ കർത്തവ്യമാണ്? അമ്മ, അച്ഛൻ. എൻ്റെ കുഞ്ഞ് എവിടെ പോയാലും ആ വീടിനെയും വീട്ടുകാരെയും അന്തരീക്ഷവും ഒക്കെ നോക്കാനും പരിപാലിക്കാനുമുള്ള കഴിവ് എൻ്റെ കുഞ്ഞിനുണ്ട്. എൻ്റെ കുഞ്ഞിനെ ആ വകതിക്കുന്നുണ്ട്. അവർക്ക് ഭർത്താവിനെ പറയാതെ അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവന് എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീ ദേഹം ആരുമാകട്ടെ അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയാതെ അറിയാനുള്ള കഴിവ് നേടുമ്പോഴാണ് വിവാഹത്തിന് പ്രാപ്തമാവുക. നമ്മുടെ നാട്ടിൽ ജ്യോത്സ്യന തീരുമാനിക്കുന്നത് ഉദാഹരണം ഇപ്പൊ കഴിഞ്ഞാലേ കഴിയുള്ളൂ, അല്ലെങ്കിൽ 40 കഴിയും, അപ്പൊ പോകുന്ന പിന്നെ ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ചാണ് നടത്തി. 2 വർഷം കഴിഞ്ഞു, എവിടെ ഇപ്പൊ നടന്നതാണ്, ഇപ്പൊ അവിടെയുണ്ട്, അല്ലെങ്കിൽ അവർ പോയി. വിവാഹം സ്പിരിച്വലാണ്. ഭൗതികമായ ഒന്നുകൊണ്ടും നമുക്ക് തൃപ്തി കിട്ടില്ല, സന്തോഷം കിട്ടില്ല. ഒന്നും നമ്മളെ തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ എന്തിനു പറ്റും? AC മേടിച്ചാൽ സന്തോഷമാകുമെന്ന് വിചാരിച്ച് എല്ലാവരും AC മേടിച്ചു. നല്ല ചൂടല്ലേ, സന്തോഷം ഉണ്ടോ? ഇപ്പോഴും പഴയ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും അസ്വസ്ഥതയുണ്ട്. 1 കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ സന്തോഷമാകും ഉണ്ടോ?
മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആയി. എവിടെ ഫ്രീ ആയി? പെരട്ടിക്കൊണ്ടേ. ഒരു കാർ വാങ്ങിയാൽ, വീട് വച്ചാൽ, ജോലി കിട്ടിയാൽ, പുതിയ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ, ഏതെങ്കിലും പുതിയ വേർഷൻ ഒരെണ്ണം കിട്ടിയാൽ, നോക്കൂ, ഈ സാരി, ഈ സ്വർണം, ഈ ഷർട്ട്, ഈ മുണ്ടം, ഇല്ല ഇല്ല ഇല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ ഭൗതിക വസ്തുക്കൾക്ക് സാധ്യമല്ല. കുറച്ചു നേരത്തേക്ക് സന്തോഷം ഉണ്ടാവില്ല, ഇല്ലാന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചാൽ കുറച്ചു നേരത്തേക്ക് സന്തോഷം, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കിട്ടിയാൽ കുറച്ചു നേരത്തേക്ക് സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ വിവാഹം കഴിച്ചു, ആ വളരെ ആനന്ദം, സന്തോഷം. ശരി, എത്ര നേരം നോക്കിയിരിക്കാൻ പറ്റും? എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, അങ്ങനെ നോക്കി എത്ര നേരം പറ്റും? കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കുകയല്ല, മനുഷ്യ പണിക്കൊരു പോയി നമ്മൾ പ്രേമല്ലേ? അതെ, അപ്പൊ നോക്കിയിരിക്കണ്ടേ? എന്ത് നോക്കിയിരിക്കണം? ഇല്ല, അതൊക്കെ കഴിഞ്ഞു. നോക്കൂ, ഒരു ഭൗതിക വസ്തുവിനും ഒരു ഭൗതിക സാഹചര്യത്തിലും ദീർഘനേരം നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കണം, വിവാഹം കഴിക്കരുത്. അനുവാദിത കിട്ടില്ല, അത് ഭൗതികതയാണ്. നിങ്ങൾ സ്പിരിച്വൽ ആകാൻ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സർവ്വതയിൽ നിന്ന് സന്തോഷം വരും. കാരണം ഈ പ്രകൃതി, ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാം നമുക്ക് സന്തോഷം തരും. ചോദിക്കട്ടെ, മഴ എപ്പോഴെങ്കിലും മടുക്കുമോ? പുഴ എപ്പോഴെങ്കിലും മടുക്കുമോ? കടൽ നമ്മൾ മടുക്കുമോ? വായു മടുക്കുമോ? കാറ്റ് മടുക്കുമോ? മല മടുക്കുമോ? ഈശ്വര സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടിയായിട്ട് ഒന്നും നമുക്ക് മടുക്കില്ല. മനുഷ്യനിർമ്മിതമായ ഭൗതികമായ സർവ്വതും നമുക്ക് മടുക്കും. അതുകൊണ്ട് ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് സ്പിരിച്വൽ. ആൺകുഞ്ഞി പെൺകുഞ്ഞും എപ്പോഴും വിവാഹം കഴിച്ചാൽ നിങ്ങൾ കുറെ കടത്തീറ്റ തിന്നാൻ സന്തോഷം കിട്ടുന്ന വിചാരിക്കരുത്. വ്യത്യാസം വയറുവേദനയായിരിക്കും. 11:30 മണിക്ക് കൊടകര പോയി ഭക്ഷണം കഴിച്ചാലാണ് ഒരു സന്തോഷമുള്ളൂ. വിവാഹം കഴിക്കുന്ന അറിയിക്കണ്ടേ? പിന്നെ 3 ദിവസം കാണാൻ ശാന്തിയിൽ നടക്കുക. എന്താ പറ്റിയ? എന്തോ കഴിച്ചിട്ട് ശരിയായിരിക്കും. അതുകൊണ്ട് ഈ കടത്തീറ്റ എന്ന് പറഞ്ഞൊരു സ്വഭാവമല്ല നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം സ്പിരിച്വലാണ്. ജീവിതത്തിൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള ആ കഴിവും അർഹതയും നമ്മുടെ കുഞ്ഞുങ്ങൾ നേടിയാൽ എവിടെ ഡിവോഴ്സ് നടക്കാൻ? ഇത് വേണമെങ്കിൽ ഈ വിവാഹം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. അതിനനുസരിച്ച് ഒരു ജീവിത സാഹചര്യം അവർ ഉണ്ടാക്കി കൊടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അടുത്ത വിഷയം പറയുക. അന്നമാണ് നമ്മുടെ ഒക്കെ ശരീരത്തെ ഇങ്ങനെ ചീർത്തു വിരുത്ത് നിലനിർത്തിയിരിക്കണം. അന്നം, ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സുന്ദരിയൊക്കെ ഇരിക്കണം. എന്ന് അന്നം നിർത്തിയോ അന്ന് നമ്മുടെ ശരീരത്തിൽ ആ മാംസം അതൊക്കെ പോകും. പിന്നെ നമ്മുടെ എല്ലും തോലുവായി എന്ന് പറയില്ലേ, നമ്മളെ നിലനിർത്തുന്നതെല്ലാം അന്നമാണ്. അന്നമാണ് ഒരു പുരുഷന്റെ ശരീരത്തിൽ അടുത്ത ജന്മത്തിന് സൃഷ്ടി ഹേതുവായിട്ടുള്ള വീര്യമായും രേജസായും ശുക്ലമായും മാറുന്നതും അതേ അന്നമാണ്. കഴിച്ച അന്നമാണ് മാറുന്നത്. സ്ത്രീ ശരീരത്തിൽ അന്നമായി മാറുന്നത് അന്നമാണ്. അന്നമാണ് നമ്മുടെ എല്ലാമായി മാറുന്നത്. വയറ്റിലേക്ക് വന്ന അന്നം എല്ലിന് വേണ്ടത്, പല്ലിന് വേണ്ടത്, മുടിക്ക് വേണ്ടത്, എല്ലാത്തിനും വേണ്ടത് കൊടുത്ത് ബാക്കിയുള്ളത് വേസ്റ്റായി പോകും. അപ്പൊ എല്ലാ ശരീരത്തെയും നിലനിർത്തുന്ന അടിസ്ഥാന കാര്യം അന്നം. ഈ അന്നം വളരെ ശ്രദ്ധിച്ച് കഴിക്കണം. അന്നം ഏറ്റവും നല്ലതായിരിക്കണം. പ്രത്യേകിച്ചും വിവാഹം നിശ്ചയിച്ചാൽ, വിവാഹം കഴിഞ്ഞാൽ അന്നം വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ അന്നമാണ് അടുത്ത തലമുറയുടെ സൃഷ്ടിക്ക് ആവശ്യമുള്ള ശുക്ലശോഭിതമായി തീരുന്നത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്. ഒരു പെൺകുഞ്ഞിന്റെ വിവാഹം നിശ്ചയിച്ചു, ഒരു ആൺകുഞ്ഞിന്റെ വിവാഹം നിശ്ചയിച്ചു. അവർ രണ്ടുപേരും ഈ കടത്തീറ്റ തിന്ന 11 മണി 12 മണിക്ക് തിന്ന ശീലമായതുകൊണ്ട് തന്നെ പുറത്തൊക്കെയാണ് ജീവിച്ചതൊക്കെ വിരുദ്ധ കാലമാണ്. അങ്ങനെ അവർ വിവാഹം നിശ്ചയിച്ച് വീട്ടിൽ വന്നു. പണ്ട് പെൺകുട്ടികളെ വീട്ടിൽ വിട്ട് താമസിപ്പിക്കാൻ അമ്മായിയുടെ വീട്ടിൽ, അമ്മാവന്റെ വീട്ടിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോയി നിർത്തുമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് പുറത്ത് ജീവിച്ച് ശീലമുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ മതി. അന്ന് അതൊരു മാനസികമായ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. സത്യത്തിൽ
അപ്പോൾ ഈ പെൺകുഞ്ഞും ആൺകുഞ്ഞും ഇനി നിശ്ചയിക്കപ്പെട്ട ദിവസം മുതൽ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളൊന്ന് എടുക്കണം, കണക്കെടുക്കണം. ശരി, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചു. വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ ഒരു 6 മാസം തന്നെ വിരുന്നുന്നതാണ്. ഏതൊരു വിരുന്നുന്നതാണ്. എന്തെവിടെ വന്നില്ല, ഞങ്ങൾ നാളെ വരാം, ശരി മറ്റന്നാൾ വരാം, ഒക്കെ ബുക്കിംഗാണ്. എല്ലാ കലണ്ടറിലും അങ്ങനെ ടിക്കറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്കും ദമ്പതികൾ വരും. ദമ്പതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. ജായ പതി, ഇതാണ് ദമ്പതി. ഭാര്യ ഭർത്താവ് നല്ല ആ വാക്കിന്റെ അർത്ഥം. ജായാച്ച പതിച്ച ദമ്പതി. ജായയും പതിയും ചേരുമ്പോൾ സമ്പന്നമാകുന്ന വാക്കാണ് ദമ്പതി. മനസ്സിലാക്കണേ. പെൺകുഞ്ഞിന്റെ പേര് ജായ, ആൺകുഞ്ഞിന്റെ പേര് പതി. ഇവര് ഭാര്യയും ഭർത്താവും ആകണമെങ്കിൽ കുറച്ചുകൂടി കഴിയും. അപ്പോൾ ആ പേരുള്ളത് കൊണ്ടാണ് ഇവരെ ദമ്പതി, നവദമ്പതികൾ എന്നൊക്കെ പറയുന്നത്. ഈ ദമ്പതികൾ ഒരുമിച്ച് വിരുന്നാൻ വന്നു. നമ്മുടെ വീട്ടിൽ വന്നു. നമ്മളെന്താ കൂട്ടുകാർക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ വിരുന്നാണെന്ന അല്ലേ? നല്ല സാമ്പാർ അല്ലേ? നല്ല വറുത്തരച്ച് നല്ല സാമ്പാർ, നല്ല അവിയൽ എല്ലാം ഉണ്ടായിക്കോട്ടെ, മിനറൽസ് ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ. പിന്നെ എന്തെങ്കിലും ഫാറ്റുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇങ്ങനെ നല്ല ഒരു പാരമ്പര്യത്തെ സംരക്ഷിച്ച ഭക്ഷണമാണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല. അങ്ങനെ കൊടുത്താൽ നമ്മൾ ഏതോ കാളവണ്ടി യുവത്തിൽ ജീവിക്കുന്നവരാണ് തോന്നുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ചിക്കൻ. ചിക്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണ അർത്ഥം മനസ്സിലാവില്ല. കോഴി. 2 ആട്, മട്ടൻ. 3 ബീഫ്. പോത്ത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബീഫിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കാണ് ബീഫ്. അത് പോത്താണ് ഉദ്ദേശം, പശു അല്ല എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരാൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞത് തലയിൽ വീഴരുത്. ഞാൻ പോത്തിനെ കഴിച്ചു എന്ന് പറയണം. ശരി, പോത്ത് ഏതാണ്? ഇതൊക്കെയാണ് ഭക്ഷണം. ശരി ശരി ശരി. അങ്ങനെ അവര് എല്ലാ ദിവസവും ഒക്കെ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? അതെ, ശരി ശരി. അങ്ങനെ അവര് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായി. പെൺകുഞ്ഞിന് വിശേഷം ഉണ്ടാവുന്നത്. വിശേഷം ഉണ്ട്. എന്റെ ചോദ്യം, ആ കുഞ്ഞ് ഏത് തരം കുഞ്ഞായിരിക്കും? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ കഴിച്ചത്? ചിക്കൻ, കോഴി അല്ലേ? അപ്പൊ കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരിക്കും? അതെ അല്ലേ? ശരി. 2, അമ്മ പറഞ്ഞു ഇതെന്താ പോത്തിന്റെ ജന്മോളീശ്വര. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ ഇത് കഴിച്ചത്? അതെ അല്ലേ? ശരി. ഇത് താഴെ ഒന്നും നിൽക്കില്ല. എല്ലാത്തിനും പോയി ഒന്നും കഴിക്കും. താഴെ നിൽക്കില്ല. എല്ലാത്തിനും പോയി ഒന്ന് സ്വാദ് നോക്കും. 8ാം ക്ലാസ്സിൽ ഒരാൾ, 9ാം ക്ലാസ്സിൽ ഒരാൾ, 10ന് ഒരാൾ, +1 ഒരാൾ, +2 ഒരാൾ, ഡിഗ്രിക്ക് ഒരാൾ, വേറെ ആൾ സ്റ്റേക്കും, വേറെ ആൾ കഴിക്കും. പിന്നെ അങ്ങനെ പോകും. എന്താ കഴിച്ചത്? മട്ടൻ. മട്ടൻ അന്നമാണ് ഒരു തലമുറയുടെ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലെങ്കിൽ അവരെ കടത്തിയിട്ട തീർന്ന നമ്മൾ ആകെ കൈമാറി കൊടുത്ത സംസ്കാരമാണ് കടത്തിയിട്ട. കഴിക്കണം, കഴിക്കേണ്ടതെന്നല്ല. വിവാഹം കഴിച്ചാൽ ചെയ്യരുത്. വിവാഹം കഴിച്ചാൽ മുഖ്യമായ ഉദ്ദേശം കുഞ്ഞുണ്ടാകുക എന്നത് മാത്രമാണ്. കുഞ്ഞുണ്ടാകുക എന്നത് മാത്രമാണ് വിവാഹത്തിന്റെ ഉദ്ദേശം. അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ആദ്യത്തെ 1 വർഷം. അല്ല നമുക്ക് അടിച്ചു പൊളിച്ച് നടന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് പോകാൻ വെച്ചാൽ നമുക്ക് വിവാഹത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കലല്ല, അതിനൊക്കെ ഉദ്ദേശമുള്ളത്. അതുകൊണ്ടാണ് ആ സമയത്ത് ദമ്പതി എന്ന് പറഞ്ഞതും അതിലെ ജായ എന്നുള്ള വാക്ക് മറക്കരുത്. ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ എന്നർത്ഥം. സ്ത്രീയുടെ സമ്പന്നമായ നാമമാണ് ജായ. ജനിപ്പിക്കുന്നവർ ആരെ? ആ പുരുഷനെ ഉണ്ടല്ലോ പുനർജനിപ്പിക്കാൻ കെൽപ്പുള്ളവളാണ്. പുരുഷനെ പുനർജനിപ്പിക്കുന്നവളാണ്. അതുകൊണ്ട് അവരുടെ കർത്തവ്യമാണ് വിവാഹം കഴിക്കുമ്പോൾ അവളെ ജായ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ആ ആൺകുട്ടിയെ പതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, 2 പേരെയും ഒരുമിച്ച് ദമ്പതി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ കർത്തവ്യത്തെ ബോധിപ്പിക്കുന്ന വാക്കാണ്. ആ വാക്കാണ്
സന്തതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, വിവാഹം കഴിച്ചാൽ മക്കൾ ഉണ്ടാകുക എന്നാണ് അർത്ഥം. തോന്നിയതുപോലെ ജീവിക്കാനല്ല, അത് മക്കൾ ഉണ്ടായിട്ട് തന്നെ ചെയ്തോളുക, ഒരു പ്രശ്നമില്ല. പക്ഷെ പിള്ളേരറിയും അത്രയും. നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചോളൂ, മക്കളറിയരുത്, അവരെയും കൊണ്ട് പോകരുത്. വിവാഹം സ്പിരിച്വൽ അല്ലാത്ത എല്ലാ വിവാഹങ്ങളും നോക്കൂ, നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാകാൻ ലോകത്ത് ഒരു മാറ്റം വരുത്താനില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുന്നതിന് മുമ്പ് എന്ത് കർത്തവ്യമാണ് ചെയ്യേണ്ടതെന്ന് ദയവ് ചെയ്ത് ബോധ്യപ്പെടുക. അല്ലാതെ നമ്മുടെ നാടിനെ പഠിച്ചതുകൊണ്ടോ തലമുറകളെ പഠിച്ചതുകൊണ്ടോ സമൂഹത്തിലെ മദ്യം മയക്കുമരുന്ന് ഒന്നും കാര്യമില്ല. ഇതൊന്നും പഠിക്കാൻ നിൽക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം മുതലേ ദേവകാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ച് വളർത്തണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. ഒന്നാമത്തത് വിവാഹം ഇങ്ങനെയാണ്. രണ്ടാമത്തത് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനാണ്. മൂന്നാമത് ദേവകാര്യം വിധി അനുസരിച്ച് ചെയ്യണം. ആ പ്രതിജ്ഞയാണ് വിവാഹത്തിന്റെ കതർ മണ്ഡപത്തിൽ നടക്കുന്നതൊക്കെ. അത് ഉമാമഹേശ്വര പൂജയുണ്ടാകും, അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പൂജയുണ്ടാകും. ഈ ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് കന്യക ആ കനകസമ്പന്നയായ സർവാഭരണ വിഭൂഷിതയും സർവാലങ്കാരയുക്തയുമായ പെൺകുഞ്ഞ് വിവാഹം കഴിച്ചു വരുമ്പോൾ ഞാൻ ദേവയജ്ഞം മുടങ്ങാതെ ചെയ്തു കൊള്ളാം ഞങ്ങൾ രണ്ടുപേരും. അതിന് 3 കാര്യം ജീവിതത്തിൽ ചെയ്യണം. ഒന്ന്, ഇരുസന്ധികളിൽ പറ്റിയില്ല ത്രിസന്ധിക്കെങ്കിലും വിളക്ക് വെച്ച് രണ്ടുപേരും, ഞാൻ ഈ പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടുക എനിക്കറിയാം, രണ്ടുപേരും നാമം ജപിക്കണം. രണ്ടുപേരും വിളക്കിന്റെ മുന്നിൽ ഇരുന്നാൽ വേണ്ട, എവിടെയെങ്കിലും സ്ഥലത്തേക്ക് പോകും. അല്ല, ഞാനൊരു ആൺകുട്ടിയല്ല, ഞാനൊരു 30 വയസ്സുകാരല്ല, ഞാനൊക്കെ വിളക്കിന്റെ മുന്നിൽ ഇരുന്നാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്റെ ഈഗോ മാറ്റി വെച്ചാൽ നമ്മളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഒരു ദേവബലത്തിന് പറ്റും എന്ന് മനസ്സിലാക്കിയാണ്. മനുഷ്യബലത്തേക്കാൾ വലുതാണ് ദേവബലം എന്ന് ഉറപ്പ് നമുക്കുണ്ടായാൽ മതി. ലോകം മുഴുവൻ നമുക്ക് എതിൽ നിന്നുകൊണ്ട് ശക്തമായ ദേവബലം നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് ദേവകാര്യം മുടങ്ങാതെ ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. മുടക്കരുത്. പ്രത്യേകിച്ച് നല്ല തുടുത്ത യൗവനത്തിൽ ധാരാളം നാമം ജപിക്കണം. തുടുത്ത യൗവനത്തിൽ വയസ്സായി എഴുന്നേൽക്കാൻ 2 മിനിറ്റ് വേണം, ഇരിക്കാൻ 4 മിനിറ്റ് വേണം, കണ്ണൊന്നും കാണാതായി, മുട്ടൊന്നും പറയില്ല, ഇനി വേണം സ്പിരിച്വാലിറ്റി. ഇനി ഒന്നും പറ്റില്ല. എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നല്ല തുടുത്ത യൗവനത്തിൽ ചെയ്യാം. ഭഗവാനെ നമ്മളൊരു പുഷ്പം അർച്ചിക്കുമ്പോൾ വാടിക്കൊഴിഞ്ഞ പൂവിനെ നമ്മൾ സമർപ്പിക്കാറില്ല. നല്ല യൗവനമുള്ള വിടർന്ന് വികസിച്ച ആ പനിനീർ പുഷ്പം, സുന്ദര പുഷ്പം, ആ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി, അങ്ങനെ രാജ്ഞി പോലെ ശോഭിക്കുന്ന ആ മനോഹര ഗാത്രിയായ പുഷ്പത്തെയാണ് നമ്മൾ കൊടുക്കുക. അല്ലാതെ നിലത്ത് വീണ് ഇതെല്ലാം കൊഴിഞ്ഞു പോയ ആ പുഷ്പമല്ല ഭഗവാനെ സമർപ്പിക്കുക. എല്ലാ ദിവസവും ജീവിതത്തിൽ വിളക്ക് വയ്ക്കുക, ഓരോ ഇഷ്ടദേവതയെ ഭജിക്കണം. കാരണം മനുഷ്യബലത്തേക്കാൾ വലുതാണ് ദേവബലം. അതന്നെയാണ് എൻ്റെ കാരണം. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കാളും അധികം ഒരു ദേവശക്തി നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇവിടെ എന്തോ ഒരു ശക്തിയുണ്ട്. അല്ലെങ്കിൽ സൂര്യനൊക്കെ എങ്ങനെ എത്ര ഭംഗിയായിട്ട് കൃത്യസമയത്ത് ഇരിക്കുന്നത്, എങ്ങനെ കൃത്യസമയത്ത് അസ്തമിക്കുന്നത്. ഋതുക്കള് വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും ശരത്കാലവും വർഷവും അടക്കം 6 ഋതുക്കളും കൃത്യമായി ആരെങ്കിലും റിമോട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ശരിയാക്കുന്നേ. എല്ലാം വ്യവസ്ഥാപിതമാണ് ഇവിടെ. ഈ വ്യവസ്ഥാപിതമായി ഒരു കാര്യമുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം വൃത്തിയായിട്ടുണ്ട്. ആ കാരണത്തിന് ഹേതുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവം, ദേവത എന്നുള്ളത്. ആ ദേവത, അതെ, ആ ശക്തി എൻ്റെ കയ്യിൽ വേണം. ഈ ശക്തിക്ക് വേണ്ടി മുടങ്ങാതെ
ദേവകാര്യം ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ആലോചിക്കുന്നു, മുടക്കം വന്നാലോ, മുടങ്ങെന്ന് പറയുന്ന മുടക്കം വന്നാലോ, അപ്പൊ തുടർന്നും ആലോചന വിളക്കിന്റെ അഗ്നിക്രിയ ചെയ്യാൻ ശുദ്ധി വേണമെന്നേ ഉള്ളൂ. അഗ്നിക്രിയ ചെയ്യേണ്ട മാറി ആലോചിച്ചു ജപിക്കാൻ എന്തിനാ പ്രശ്നം? ഋതുവായ പെണ്ണിനും പോട്ടെ ദാഹകനും പിന്നെ പതിതനും ശരി, ഋതുവായ പെണ്ണിന് ജപിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു സംസ്കൃതിയാണ് സനാതനം, ഹൈന്ദവം. ഋതുവായ പെണ്ണെ ചൊല്ലു 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 എന്ന് പറഞ്ഞപ്പോ ചൊല്ലില്ല എന്ന് നമ്മൾ പുസ്തകം ഇരുന്ന് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്ത് അതിപ്പോ പറ്റാത്ത സമയം ബാക്കി ഒക്കെ നടക്കണ്ടല്ലോ, ബാക്കി എല്ലാം നടക്കണ്ടല്ലോ. ഇതോ ഇത് ചെയ്യണം. മുട്ടക്കരുത് നാമജപം. അഗ്നിക്രിയ മാത്രമേ പ്രശ്നമുള്ളൂ. പൊതുജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ പോകണ്ട. അതിന് കാരണം കോശങ്ങളെല്ലാം ദുർബലമായി പോകുന്നത് കൊണ്ട് പെട്ടെന്ന് രോഗങ്ങൾ വരും. അത്രേ ഉള്ളൂ. ദേവകാര്യം നടക്കുന്ന ഇടങ്ങളിൽ പോകരുത്. ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട സമയം അതുകൊണ്ട് ഒരു 3-4 ദിവസം അടങ്ങിയിരിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. അതിനർത്ഥം ഒരു പണി ചെയ്യുന്നതൊന്നുമല്ല, പരമാവധി പണിയെടുക്കരുത്. ആ സമയമാണ് ഏറ്റവും കൂടുതൽ നാമം ജപിക്കും. നന്നായി നാമം ജപിക്കും. ശരീരത്തിൽ നല്ല ഹോർമോണുകൾ ഉണ്ടാകും. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, ഞാൻ നല്ല പോലെ നാമം ജപിച്ചാൽ എൻ്റെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്റെ പെട്ടെന്നുള്ള ദേഷ്യവും സങ്കടവും എല്ലാം ഹൈപ്പർ ആണല്ലോ, അതിൽ നിന്നെല്ലാം എനിക്ക് ഒരു സ്വസ്ഥത കിട്ടാൻ നാമം ജപിക്കണം. എല്ലാ ദിവസവും നാമം ജപിക്കണം. ഇത് ബോധ്യപ്പെടുത്താനാണ് രാമായണവും മഹാഭാരതവും മൊത്തം ഇത് തന്നെ പറയുന്നത്. ശ്രീരാമനെ വിശ്വാമിത്രൻ നാമം ജപിക്കാനാണ് പഠിപ്പിക്കണം. നാമം ജപിച്ച് അതുല്യ പ്രഭാവനായ രാമന്റെ ഭാവത്തിന്റെ പേരാണ് ബാലകരാമൻ. അയോധ്യയിലെ പ്രതിഷ്ഠ ബാലകരാമനാണ്. അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്ത സീതാ സ്വയംവരത്തിന് തൊട്ടു മുമ്പ് സർവജ്ഞാനത്തിന്റെയും സർവദേവ ബലത്തിന്റെയും ശക്തിമത്തായ രൂപത്തിന്റെ പേരാണ് ബാലകരാമൻ. ആ ബാലകരാമനാണ് യാഗരക്ഷ ചെയ്തത്. ആ ബാലകരാമനാണ് സർവവിദ്യകളും അറിഞ്ഞ് സർവശസ്ത്ര ശാസ്ത്ര അസ്ത്ര സർവ്വതിലും വിശാരദനായിട്ടുള്ള രാമന്റെ ഭാവമാണ് ബാലകരാമൻ. ആ ബാലകരാമനെ എങ്ങനെ സൃഷ്ടിച്ചത്? നാമം ജപിച്ചതാണ്. വിശ്വാമിത്രൻ ഇരുത്തി ജപിപ്പിക്കുന്നത് കാരണം ബല അതിബല മന്ത്രം പറഞ്ഞു കൊടുത്ത് ഇന്ന് ജപിച്ചോളാൻ പറഞ്ഞു. ജപിച്ച് രാമൻ സിദ്ധി നേടുകയാണ്. ഒരു രാമനെ ഉണ്ടാക്കിയതാണ്, രാമൻ ഉണ്ടായതല്ല. ശ്രീരാമചന്ദ്രനിൽ ദേവബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നാമം ജപിക്കുന്നു പറഞ്ഞിട്ട് രാമനെ 4 ദിവസം മൊത്തം നാമജപമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അതും കൗമാരക്കാരനോടായി നാമം ജപിക്കാൻ പറയുന്നത്. അച്ഛനമ്മമാർ പറഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ കേൾക്കാൻ മടി കാണിക്കും. സ്വാഭാവികമാണ്. അതിപരിചയാതെ അവജ്ഞയുണ്ടാകും. അധിക പരിചയമുള്ള അവജ്ഞയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു ആചാര്യ സമിധത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കാം. വെക്കേഷൻ വന്നാൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ വയലിൻ പഠിക്കാൻ, നൃത്തം പഠിക്കാൻ വിടുന്നുണ്ടോ? നമ്മൾ എന്തുകൊണ്ടൊരു മതപാഠശാല തുടങ്ങി കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും 2 മണിക്കൂർ ഈ സനാതനമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നില്ല? അതിനെന്തുകൊണ്ട് താല്പര്യമില്ല? ബാക്കി എല്ലാത്തിനും പറഞ്ഞിരിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ചിന്ത മുഴുവൻ ഭൗതികമായ പല സാഹചര്യങ്ങളും വേണം ഭൗതികത വേണം. ഈ കാലത്ത് പ്രത്യേകിച്ച് അതേ അളവിൽ സ്പിരിച്വൽ വേണ്ടേ, നൈതികത വേണ്ടേ, ധാർമ്മികത വേണ്ടേ? രാമൻ നാമം ജപിച്ചാണ് രാമനായത്. രാമനാണ് നിങ്ങളുടെ കൃഷ്ണനെ നോക്കൂ. ശ്രീകൃഷ്ണന്റെ ജീവിതം മൊത്തം സ്പിരിച്വലാണ്. മഹാഭാരതം നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകും. ശ്രീകൃഷ്ണന്റെ സൂര്യോപാസന, ശ്രീകൃഷ്ണന്റെ അഗ്നിക്രിയകൾ, ശ്രീകൃഷ്ണന്റെ ധ്യാനം, ശ്രീകൃഷ്ണന്റെ ജപം, ശ്രീകൃഷ്ണന്റെ ദുർഗാശക്തി, ദുർഗാ ഭഗവതിയെ എപ്പോഴും ഭജിച്ചിരുന്നു കൃഷ്ണൻ. ദുർഗയാണ് കൃഷ്ണന്റെ ആരാധ്യദേവത. പരമേശ്വരനെ, മഞ്ജുനാഥേശ്വരനെ, പശുപതിനാഥനെ, ശ്രീരുദ്ധനെ, ജലന്ധരനാഥനെ, ഏകാംബരനാഥനെ, ആ കൈലാസവാസിയായിട്ടുള്ള ആ ശിവനെ എപ്പോഴും ഭജിച്ചിരുന്നു കൃഷ്ണൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണന് തന്റെ ദേവബലം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയും?
ജീവനില്ലാതെ ചാപിളയായി കിടന്ന കുഞ്ഞാണ് പരീക്ഷിത്. ഭാഗവതത്തിന് ഹേതുവായ പരീക്ഷിത്. എങ്ങനെയാണ് പരീക്ഷിത്തിൽ ജീവന്റെ പ്രാണന്റെ അംശം കൊടുക്കാൻ കൃഷ്ണൻ പറ്റിയത്? അതാണ് കൃഷ്ണന്റെ ദേവബലം. ആ ദേവബലമുള്ള സർവ്വർക്കും സാധ്യമാണ് ഈ പ്രപഞ്ചത്തിലെ അദൃശ്യമായിരിക്കുന്ന ദേവശക്തിയെ ഒരിടത്ത് സന്നിവേശിപ്പിക്കാൻ. എത്രയെത്ര ക്രിയകളുണ്ട്. പ്രാണികീയം പഠിച്ചവരുണ്ട്, റൈക്കി പഠിച്ചവരുണ്ട്. പഞ്ചഭൂതങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചഭൂതങ്ങളിലൂടെ ദേവശക്തിയെ സംശീകരിക്കാൻ കഴിവുള്ള മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് സാധ്യമാണ്. സാധ്യമെന്ന് പറയരുത്. ദേവകാര്യം മുടങ്ങാതെ ചെയ്താൽ നമുക്കും ഉണ്ടാകും ആ ദേവശക്തി. അതുകൊണ്ടാണ് അമ്പരമധ്യം തിളയ്ക്കുന്ന ഒരാദിത്യബിംബവും കെട്ടുപോകിയാട്ടെ അക്കരി ഊതിപ്പിടിപ്പിച്ച് മറ്റൊരു തീക്കട്ടയുണ്ടാക്കുന്ന സർവശക്തി. ആ അർക്കനും ആദിത്യനും കെട്ടുപോയത് തീക്കട്ടയായാൽ അതിനെ കരിക്കട്ടയായാൽ അതിനെ തീക്കട്ടയാക്കാനുള്ള സർഗശക്തി മനുഷ്യനിലുണ്ട്. അത് ദേവകാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് വലുതാക്കാൻ പറ്റൂ, ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് നാമജപം ഉണ്ടാക്കരുത്. ധ്യാനം ചെയ്തു, കൃഷ്ണൻ ചെയ്തു മാത്രമല്ല, കൂടെയുള്ള സർവരെയും ഇത് ചെയ്യിപ്പിക്കുന്നതിൽ മിടുക്കൻ രാമകൃഷ്ണനുമാണ്. കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു വാക്കുണ്ട്. അർജുന, എടാ, ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. കുരുക്ഷേത്ര യുദ്ധം അർജുനന്റെ ജീവിതത്തിൽ ആനുവൽ എക്സാമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആനുവൽ എക്സാം ഉണ്ട്, ഒരു മത്സര പരീക്ഷയുണ്ട്. ആ മത്സര പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. അർജുനനെ സംബന്ധിച്ച് അർജുനന്റെ ജീവിതത്തിൽ ആനുവൽ എക്സാമാണ് കുരുക്ഷേത്രം. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ യുദ്ധക്കളത്തിൽ തുടിക്കുന്ന മനസ്സോടുകൂടി, സംഘർഷമുള്ള മനസ്സോടുകൂടി ഇരിക്കുകയാണ്. അവർ ചോദിച്ചു, അർജുന, നിനക്ക് യുദ്ധത്തിൽ വിജയിക്കണം. അർജുനൻ പറഞ്ഞു, ഭഗവാൻ വിജയിക്കണോ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറയും ഭഗവാനെ, വേഗം തേരി നിന്നിറങ്ങും, ഈ ഭൂമി മാതാവിന്റെ മടിത്തട്ടിൽ നിൽക്കും. എന്നിട്ട് സാക്ഷാൽ ദുർഗയെ ഭജിക്കാനാണ് പറഞ്ഞത്. എന്നെ ഭജിച്ചോളൂ നല്ല പറഞ്ഞു. ദുർഗമനാശിനിയാണ്. സർവ ദുർഗമങ്ങളിൽ നിന്ന് നമ്മളെ ത്രാണം ചെയ്യാൻ കഴിവുണ്ട് ദുർഗയ്ക്ക്. അതുകൊണ്ടാണ് ദുർഗാ ഭഗവതിയെ നല്ലപോലെ ഉദീകരണം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ താഴെ ഇറങ്ങി 13 ശ്ലോകങ്ങളുള്ള ദുർഗാശതി ചൊല്ലി കരാളി മന്ദകമണി എന്നൊക്കെ പറഞ്ഞ് ആ ദേവിയെ, ജഗദംബികയെ, ശക്തിസ്വരൂപിണിയെ, അമ്മയെ ഭജിക്കുകയാണ്. ആ ഭജനം കൊണ്ട് ശ്രീകൃഷ്ണന്റെ ശിരസിന്റെ മുകളിൽ മഹാദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. എന്നിട്ട് അർജുനന് വരങ്ങൾ കൊടുത്തുകൊണ്ട് അർജുനനോട് പറയുന്നുണ്ട്, അർജുന, ഈ യുദ്ധത്തിൽ വിജയിക്കും, കാരണം നിന്റെ കൂടെ ദേവബലമുണ്ട്. കുഞ്ഞേ, നമ്മുടെ കൂടെ ദേവബലമുണ്ട്. നമ്മൾ നാമം ജപിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. വിളക്കൊക്കെ പിന്നെ കൂട്ടാൻ പറ്റണേ, വഴിക്കിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കണം. എന്ന് നാമം ജപിക്കുന്നുണ്ട്, അതൊക്കെ നാളെയാവാം, നമുക്കത് കഴിക്കുക. ഈ കഴിക്കാനുള്ള ശക്തിയും വിഭവങ്ങളും സമാഹരിച്ച ഭഗവാനെ ഒരു മിനിറ്റെങ്കിലും ഒന്ന് ഭജിക്കണ്ടേ? അത് നമ്മുടെ കർത്തവ്യമല്ലേ? ആ ഭഗവാൻ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ വന്നു ചേർന്നത്. ഇതൊക്കെ അനുഭവിക്കാൻ, ആസ്വദിക്കണ്ടേ? കിട്ടിയ ധനം, കിട്ടിയ സൗഭാഗ്യം, കിട്ടിയ ഇഷ്ടപ്പെട്ട പുരുഷൻ, സ്ത്രീ, സ്വർണം, ധനം, ധാന്യം, വാഹനം, ഇതൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കണ്ടേ, അനുഭവിക്കണ്ടേ? ആസ്വദിക്കണമെങ്കിലും അനുഭവിക്കണമെങ്കിലും ദേവബലം നമ്മുടെ കൂടെ വേണം. അതിന് എല്ലാം ഉണ്ടാവും. പക്ഷെ ആസ്വദിക്കാനുള്ള ആ ദേവബലം നമ്മളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നാമം ചൊല്ലുക എന്നത് മാത്രമല്ല, നാമം ചൊല്ലിപ്പിക്കുക എന്നതും നമ്മുടെ കർത്തവ്യമാണ്. ആരെ? ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, സർവരെയും നാമജപം ശീലിപ്പിക്കണം. ആ ജപമാണ് നമ്മുടെ ശക്തി. എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ വന്നാൽ ചെയ്യേണ്ട അവശ്യ കർത്തവ്യം, നേരത്തെ ക്ഷേത്രം ചെയ്യേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ആര്യായ തപസ്, ആമ്നായ ജപം. ആമ്നായം വേദമാണ്. വേദജപം, വേദമുറ, ആ ജപം ക്ഷേത്രത്തിൽ നടക്കണം. അത് ക്ഷേത്രത്തിൻ്റെ നൈമിത്തിക കർമ്മമാണ്. വർഷത്തിലൊരിക്കൽ ഈ വേദക്രമം അവിടെ നടക്കണം. അതുകൊണ്ട് ആമ്നായ ജപം അവിടെ നടക്കണം. അത് ക്ഷേത്ര കമ്മിറ്റി
സംസ്കൃതിയിലെ ക്ഷേത്രത്തിന്റെ അവശ്യ കർത്തവ്യമാണ്. അതേപോലെയാണ് ആചാരങ്ങൾ പാലിക്കുക, ഉത്സവം നടത്തുക, അന്നദാനം നടത്തുക. ഈ 5 കാര്യങ്ങൾ ക്ഷേത്രം നടത്തുമ്പോൾ 5 കാര്യം നമ്മൾ ചെയ്യണം. ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നുവെങ്കിൽ 5 കാര്യം മുടങ്ങാതെ ചെയ്യണം. അതാണ് ദേവകാര്യത്തിൽ വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക, അതേസമയം ശാസ്ത്രീയമായി ക്ഷേത്ര ദർശനം ചെയ്തു വരണം. ശാസ്ത്രീയമായ ക്ഷേത്ര ദർശനം 5 കാര്യം ചെയ്യുക. ഈ 5 കാര്യം ശ്രദ്ധയോടെ ചെയ്യണം. 1, ക്ഷേത്രത്തിൽ വന്നാൽ ക്ഷേത്രത്തിൻ്റെ പ്രധാന കോവിൽ ആ നടപ്പന്തലുണ്ടല്ലോ, നമ്മുടെ ഗോപുരവാദി എന്ന് പറഞ്ഞിരിക്കുക. ഒരു 11 മിനിറ്റ് കൂടി ഇരിക്കണം കേട്ടോ. ഗോപുരവാദി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഗോപുരവാദിക്ക് വന്നാൽ ദേവശരീരമാണ് എന്നതാണ് നമ്മുടെ ഭാവം, സങ്കല്പം. അതുകൊണ്ടാണ് പലരും അവിടെ തൊട്ടൊക്കെ നിറയിലൊക്കെ വെച്ചിരുന്നില്ലേ. ഇതിപ്പോൾ എന്തിനാ? അത് ഭഗവാന്റെ കാൽപാദമാണ്. ആ കാൽപാദത്തിലേക്ക് ദേവശരീരം നിവർന്ന് കിടക്കുകയാണ്. ആ ശരീരത്തിൻ്റെ കാൽപാദത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി കയറുകയാണ്. കയറുമ്പോൾ തന്നെ അവിടെ മുന്നിൽ ഒരു ദീപസ്തംഭമുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ചെയ്യണം. അതാണ് വന്ദനം എന്ന് പറഞ്ഞ് എന്തോ വന്ദനം, വന്ദിക്കുക ഭഗവാൻ. ദേവാനം ശിരസസ്തു എന്നൊരു നിയമമുണ്ട്. ദേവന്മാരെ ശിരസിന് മുകളിൽ കൈകൂപ്പി വേണം. അതൊരു നിയമമാണ്. മക്കാരുടെ നിയമം കുഴപ്പമില്ല. പക്ഷെ സ്ത്രീകൾക്ക് ഈ നിയമമില്ല കേട്ടോ. സ്ത്രീകളെ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുകയേ വേണ്ട. സ്ത്രീകൾക്ക് ഈ ആചരണങ്ങളൊന്നുമില്ല. ഗുരുക്കന്മാരെ കണ്ടാൽ നെറ്റി ഭാഗത്താണ് കൈ പിടിക്കുക. വെറുതെ അല്ല, നമ്മുടെ ഭരണാധിപന്മാരൊക്കെ കൈകൾ ഇങ്ങനെ പിടിക്കുന്ന കണ്ടാൽ അത് 70 അല്ല. ഗുരുക്കന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് എന്നാൽ നെറ്റിത്തളത്തിൽ വേണം കൈ. തൻ്റെ സമപ്രായക്കാർ അതിനൊക്കെ ചേർന്നവരാണെങ്കിൽ മുഖത്തിനോട് വേണം കൈവയ്ക്കാൻ. ഇവരൊന്നും വെറുതെ വെക്കുന്നതല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പുരുഷന്മാരുടെ കർത്തവ്യമാണ് ദേവാനം ശിരസസ്തു. ദേവന്മാരെ കണ്ടാൽ ശിരസിന് മുകളിൽ കൈകൂപ്പണം. സ്ത്രീകൾക്കില്ല. ആർത്തവം ഉള്ളത് കൊണ്ട് മാത്രമില്ലാത്തതാണ്. അതിനൊക്കെ നിയമമുണ്ട്. ഒരു ആർത്തവത്തിലൂടെ സ്ത്രീ ചെയ്യുന്ന സർവ്വ കൃത്യങ്ങളുടെയും പ്രായശ്ചിത്തം കഴിയും. അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രായശ്ചിത്ത കർമ്മമില്ല. കാരണം ആർത്തവം ഉണ്ട് എന്നുള്ളതുകൊണ്ട്. കാരണം അത്രയും വേദന അവർ സഹിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ ഒരു പ്രായശ്ചിത്ത കർമ്മം ചെയ്യണ്ട. അതുകൊണ്ട് സ്ത്രീകളോട് ആരും പറയുന്ന പ്രായശ്ചിത്ത കർമ്മം ചെയ്യും. എന്തൊരു കേരളമാണ് ഈ സാധനമാണ് നമ്മൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇതിലെല്ലാം സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ആദ്യം വന്ദിക്കുക, ഒന്നാമത്തെ വന്ദനം. 2, പ്രദക്ഷിണമാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, പുറത്ത് അകത്തല്ല. 2, പ്രദക്ഷിണം. പ്രദക്ഷിണത്തിന് നിയമമുണ്ട്. 1, പദാന്തരം ഗത്വാ കരോ ചലനവർജിതവും ഹൃദിധ്യാനം വചാസ്തോത്രം ഏവം കുര്യാൽ പ്രദക്ഷിണം. ഇപ്പൊ പ്രദക്ഷിണം ഇത്രയൊക്കെ ചെയ്താലേ പ്രദക്ഷിണം ആവുള്ളൂ. നമ്മളേതായാലും അപ്പാരം പറഞ്ഞാണോ പ്രദക്ഷിണമാണ്. പ്രദക്ഷിണമാകണമെങ്കിൽ പദാന്തരം ഗത്വാ, ഒരു പദം വെച്ച് അടുത്ത പദം വയ്ക്കുമ്പോൾ ആ പദത്തിൻ്റെ അകലം വേണം. 8 ഇഞ്ചിന്റെ ചെരുപ്പാണെങ്കിൽ 2 പദം വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 8 ഇഞ്ച് വേണം. അത്രയുള്ളൂ. പദാന്തരം ഗത്വാ, ചെറിയ പദങ്ങളൊക്കെ വെച്ച് നടക്കുക. കരവും, കരവുന്നാണ്, അത് ദൂരലാണ്, സിംഗുലറാണ് ഈ കരം എന്ന് പറഞ്ഞാൽ. അപ്പൊ കരവും പറഞ്ഞാൽ നമുക്ക് 2 കൈകളുള്ളത് കൊണ്ട് കരവും ചലനവർജിതവും. കരങ്ങൾ ചലിക്കരുത്. അത് കൈ വീശി മോണിക്കോപ്പൊക്കെ ക്ഷേത്രത്തിൽ കിട്ടുന്ന ആൾക്കാർ, അത് മോണിക്കോപ്പിനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് കരവും ചലനവർജിതവും കൂപ്പണം, കൈകൾ ചേർത്ത് വെക്കണം. അത് വല്ലാതെ വീശണ്ട, അത്രേ ഉള്ളൂ. ചലനവർജിതവും ഹൃദിധ്യാനം, ഹൃദി ഭഗവാനെ പ്രതിഷ്ഠിക്കണം. ഏതൊരു ഭഗവാനെയാണ് ശ്രീകോവിലിൽ കാണാൻ പോകുന്നത്, ആ ഭഗവാനെ ഹൃത്തിൽ പ്രതിഷ്ഠിച്ച് ഭഗവാൻ അന്തര്യാമിയായി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്, അങ്ങനെയുള്ള ഭഗവാനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക. 1, വചാസ്തോത്രം, ചുണ്ടിൽ നാമജപം വേണം. നാമം ജപിച്ച് നടക്കണം. അല്ലാതെ 2 പേര് കൂടി നടന്നു നാട്ടുവർത്താനൊക്കെ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു വീട്ടിൽ അതുകൊണ്ട് ഇവിടെ വന്ന് പറഞ്ഞു പറയുള്ളൂ. അപ്പോൾ ഒരു ഇരയെ കിട്ടിയത് വന്നിട്ടുണ്ടടി ആര്? അവൾ
പ്രദക്ഷിണം കഴിഞ്ഞു 3 തവണ നടന്നതാണ്. എന്നിട്ട് പറയാം 50 കൊല്ലം ഞാൻ ക്ഷേത്രത്തിൽ വരുന്നു, എനിക്ക് എന്തായി ഇങ്ങനെ, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ വന്നു ചേർന്നവരെ മുഴുവൻ ചെലുത്തി വരകെട്ടി ഇരയെ കാത്തിരിക്കുന്നത് പോലെ പറയാനല്ല വന്നത്. ഞാൻ നാമം ജപിച്ച എന്റെ ആചരണം ചെയ്യാവുന്നതാണ്. എങ്കിൽ പ്രതിധ്യാനം വചാസ്തോത്രം ഏകം പുതിയ പ്രദക്ഷിണം. പ്രദക്ഷിണം 2 3 ഉള്ളിൽ കടക്കണം, കടന്നാൽ നമസ്കരിക്കണം. പുരുഷന്മാർക്ക് സാഷ്ടാംഗം, സ്ത്രീകൾക്ക് പഞ്ചനമസ്കാരം. നല്ല ഉടുപ്പൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമസ്കരിച്ചോളൂ. 3 4 പ്രസാദ സ്വീകരണം. നിർബന്ധമായിട്ട് പ്രസാദം സ്വീകരിക്കണം, എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കണം. കൊടുക്കുന്നതിന് മുമ്പ് വാങ്ങണം. തന്നത് പ്രസാദമാണ്. ഭഗവാന്റെ ഒന്ന് ശ്രീകോവിൽ ഒരു ആനന്ദമായ കോശം എന്നൊക്കെയാണ് ക്ഷേത്ര നിർമ്മിതി നമ്മൾ പറയും. അവിടെ നിന്ന് പരമാചാര്യനായിട്ടുള്ള ഗുരുനാഥനാണ് പൂജകൻ. ആ പൂജകൻ പൂജ ചെയ്ത ദ്രവ്യം നമ്മുടെ കയ്യിൽ കൊണ്ടുതരാൻ ശ്രീകോവിൽ എന്ന ആനന്ദമയ കോശത്തിൽ നിന്നിറങ്ങി സോപാനം എന്ന ജ്ഞാനമയ, നമുക്ക് വിജ്ഞാനമയ കോശമുണ്ട്. വിജ്ഞാനമയ കോശമാണ് ഒരു ക്ഷേത്രത്തിന്റെ ആ സോപാനം. അവിടേക്ക് ഇറങ്ങി വരികയാണ്. എന്തിനാണ്? ശിഷ്യനായിട്ടുള്ള ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ദീക്ഷ വാങ്ങണം. ദീക്ഷ ആ പ്രസാദത്തെ വാങ്ങുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ മഹാനുഭാവനായ മഹാവിഷ്ണു, ചതുർബാഹു, ലക്ഷ്മീവല്ലഭൻ, ശ്രീഹരി, ആ ശ്രീഹരിയാണ് സമസ്ത സർവ്വതയിലുള്ളത്. ആ ശ്രീഹരിയെ ഭജിച്ച് ഞാനത് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പുഷ്പവും ചന്ദനം ഉണ്ടാവും. പുഷ്പം ആകാശത്തെയും ചന്ദനം ഭൂമിയെയും പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് പുഷ്പം ശിരസില്, അതിന് ചെവിയില്, മുടിയില്, ചന്ദനം നെറ്റിയില്, അംഗങ്ങളിൽ തൊട്ടാൽ പഞ്ചഭൂതങ്ങൾ മുഴുവൻ എന്നിലായി. ഈ പ്രപഞ്ചത്തിലെ ആ ശക്തിവിശേഷം മുഴുവൻ എന്നിൽ ലഭിച്ചു എന്നൊരു സങ്കല്പം ഉണ്ടാക്കണം. ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളാണ് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ സങ്കല്പം ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ഇങ്ങോട്ട് വല്ലതൊക്കെ കിട്ടിയില്ലേ? കിട്ടി, ഇനി അങ്ങനെ ചിലപ്പോൾ കൊടുക്കണം. കറൻസിയാണ് ആവശ്യമെങ്കിൽ കറൻസി കൊടുക്കണം. പൂജാദ്രവ്യമാണെങ്കിൽ പൂജാദ്രവ്യം കൊടുക്കണം. എന്ത് വേണമെന്ന് നമുക്കറിയാമല്ലോ. ആ ബോധമുള്ള നമ്മൾ, ബ്രഹ്മാവലോക ഭിഷണിയുള്ള നമ്മൾ എന്താണ് വേണ്ടത്? കൊടുക്കുക. അപ്പൊ അത്രയും കഴിഞ്ഞു. 4 കാര്യം കഴിഞ്ഞു. വന്ദനം, പ്രദക്ഷിണം, നമസ്കാരം, പ്രസാദ സ്വീകരണം. ഇത്ര ശരിയാണ്. 5ാമത്തെ കാര്യം ഒരു നിർബന്ധമായിട്ട് കഴിയണം. ഞാനിന്ന് പുറത്തു നിന്നപ്പോൾ നോക്കി, അവ ചില ആരെങ്കിലും അവിടെ ഇരിക്കുമല്ലോ. എവിടെ? നമ്മൾ കിടക്കുമ്പോൾ തന്നെ 2 വശങ്ങളിൽ ഒരു വശം നമുക്ക് ഇരിക്കാനുള്ള ഇടമാണ്. ഇരിക്കണം. അവിടെ ഇരുന്ന് ജപിക്കാതെ പുറത്തിറങ്ങരുത്. ഒരു ക്ഷേത്ര ദർശനം പൂർത്തീകരിക്കണമെങ്കിൽ ജപം, സ്തോത്ര പഠനം 5ാമത്തത് എന്ന് പറഞ്ഞ് സ്തോത്ര പഠനം. അവിടെ ഇരുന്ന് ഇഷ്ടദേവതയെ ഭജിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ. അല്ലാതെ കീ കൊടുക്കുന്നവർക്ക് ഈ 5ാമത്തെ കാര്യം നിർബന്ധമാണ്. അവിടെ ഇരുന്ന് കണ്ണടച്ച് ആ ഭഗവാനെ ജപിക്കുക. പുസ്തകമോ ലളിതാംബിക ഭഗവതിയെ ഭജിച്ചോ, ഡെയിലി ഏതെങ്കിലും ഒരു സങ്കല്പമോടിയില്ല. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിച്ചോളൂ. വിഷ്ണു സഹസ്രനാമമോ, ലളിതാ സഹസ്രനാമമോ, ശിവസഹസ്രനാമമോ ഏത് വേണമെങ്കിലും ഭജിക്കൂ. അല്ല, ശിവസഹസ്രനാമം ഭജിക്കാമോ? അപ്പൊ നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ പറഞ്ഞില്ലേ, ഏകം സത്തൊന്നുണ്ട്. പക്ഷെ വൃന്ദാവതന്തി, നമ്മൾ വലുതെന്ന് പറയുന്ന ഏതും പരമമായ സത്യമാണ്. അതിൽ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതാഭാവം, ഏത് ഭജിച്ചാലാണ് എനിക്ക് സംതൃപ്തിയുള്ളത്, സന്തോഷമുള്ളത്, അത് ഭജിക്കണം. ശിവന് ഇഷ്ടമില്ലാത്തതാണ് ശിവാജി നിങ്ങൾ ചൊല്ലരുത്. നിങ്ങൾക്ക് വിഷ്ണുവിനെയാണ് ഇഷ്ടമെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കണം. നിങ്ങൾക്ക് ദേവിയാണോ, അവിടെ ഇരുന്ന ലളിതാംബിക ഭഗവതിയെ ഭജിച്ചോട് തെറ്റത്തിരുന്ന ഉച്ചത്തിലൊന്ന് ജനിച്ച് മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. അതുകൊണ്ട് അവിടെ ഇരുന്ന ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ട സംഭൂത, ചിദഗ്നികുണ്ടത്തിൽ നിന്നുണ്ടായുള്ള ദേവകാര്യ സമുദ്യത, ദേവകാര്യം ചെയ്യാമെന്നവളാണ്. ഉദ്യുദ്ഭാനു സഹസ്രാഭ, ഉദിച്ചുയരുന്ന ആ ഭാനു സൂര്യന്റെ പ്രഭ പോലെ ഉള്ളവളാണ് ദേവി. ഉദ്യുദ്ഭാനു സഹസ്രാഭ, ചതുർബാഹു സമന്വിത, 4 കൈകളുള്ളവളാണ്. ചതുർബാഹു സമന്വിത, രാഗസ്വരൂപമാശാഢ്യ, ക്രോധാകാര അങ്കുശോജ്വല, മനോരുദേശബോധന, പഞ്ചതന്മാത്ര സായക, നിജാന പ്രഭാപൂരവല്ല ബ്രഹ്മാണ്ഡമണ്ഡല,
ചന്ദനാ ശോകപുന്നാക സൗഗന്ധികരസത്കജ ഉരുവിന്ദമിശ്രേണി കനൽ കോടീരവന്ദിത അഷ്ടമി ചന്ദ്രവിഭ്രാജ. അഷ്ടമി എട്ടാം ദിവസത്തെ ചന്ദ്രൻ എപ്രകാരത്തിലുണ്ടോ അഷ്ടമി ചന്ദ്രവിഭ്രാജ അളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ എന്ന് തുടങ്ങി ആ ലളിതാംബികയെ ഭജിക്കൂ. ആനന്ദത്തോടെ സന്തോഷത്തോടെ ആ ദേവിയെ ഉള്ളിൽ കണ്ട് ആ സ്വരൂപ വർണ്ണന ചെയ്ത് പഞ്ചകൃത്യപരായണയായ സൃഷ്ടികർത്തി ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോഭാനകരീശ്വരി സദാശിവാനുഗ്രഹ. 5 കാര്യം ചെയ്യാൻ വന്ന പഞ്ചകൃത്യപരായണയാണ് എൻ്റെ ദേവി. ആ ദേവിയുടെ ഓരോന്നിനെയും ഭജിക്കുക. മാത്രമല്ല ആ ദേവിയാണ് വാക്കായി വചസായി എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അക്ഷരങ്ങളെല്ലാം എൻ്റെ ദേവിയാണ്. അതുകൊണ്ട് പറഞ്ഞു പരാപ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസഹംസിക. ഈ ദേവിയാണ് പരയായി പശ്യന്തിയായി മധ്യമയായി വൈഖരിയായി എൻ്റെ മുന്നിലുള്ളത്. അങ്ങനെയുള്ള ജഗദംബികയായ അമ്മയെ ഭജിക്കൂ. അല്ല ചതുർബാഹുവാണോ എങ്കിൽ ഓം വിശ്വം വിഷ്ണുർവശത്താരോ ഭൂതഭവ്യഭവ. ഭൂതകാലത്തിൻ്റെയും ഭാവികാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും സ്വരൂപശ്രേഷ്ഠനാണ് സാക്ഷാത് മഹാവിഷ്ണു. ഭൂതഭവ്യഭവ പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച ഭൂതാനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ എന്ന് തുടങ്ങി ആ മഹാവിഷ്ണുവിനെ അവസാനം വരെ ഭജിച്ച് വനമാലികീശാഖി ശംഖി ചക്രീചരന്തകി ശ്രീമന്നാരായണോ വിഷ്ണു എന്ന് പറഞ്ഞ് ആ ഭഗവാനിൽ നിന്നും ഭജിക്കും. ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയിൽ നിന്ന് ഭജിക്കുക. എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോയാൽ നാം ജീവിതത്തിൽ ചെയ്യേണ്ട ദേവകാര്യങ്ങളിൽ ശാസ്ത്രീയമായ ക്ഷേത്ര ദർശനവും കഴിയും. എന്തിനാ? ദേവബലം വർദ്ധിപ്പിക്കണം. ആരെയും കാണിക്കാനല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദേവബലം വർദ്ധിപ്പിച്ചേ പറ്റും. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ എവിടെയെങ്കിലും പോയി വീഴുന്നില്ല. എൻ്റെ ഉള്ളിലിരുന്ന ആ ഒരു മഹാശക്തി എന്നെ ഓരോ വഴിയിലേക്ക് നയിക്കണം. അതിനു വേണ്ടിയെങ്കിലും ദയവ് ചെയ്ത് ജീവിതത്തിൽ ഉള്ളി കഴിഞ്ഞാൽ ഒരു വീട്ടെങ്കിലും നട്ടലുണ്ടെങ്കിൽ നിവർത്തിയിരിക്കുക. അല്ലെങ്കിൽ ഇരിക്കൂ ഉണ്ടെങ്കിൽ അതൊന്ന് നിവർത്തിയിരുന്ന് ഭജിക്കുക. ആ ഒരു ബലം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എൻ്റെ മനസ്സിൽ തരണമെങ്കിൽ ഒരു ദൈവബലം എനിക്ക് വേണം. ഞാനൊരു ബിസിനസ് ചെയ്യുന്നവരെങ്കിൽ എൻ്റെ വാക്കുകൾ ഒന്നും പാടിപ്പോകാതെ ഞാൻ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കസ്റ്റമർക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ദൈവബലം എൻ്റെ കയ്യിൽ വേണം. ഇങ്ങനെ ദൈവബലം വർദ്ധിപ്പിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പറ്റണം. അതാണ് ദേവയജ്ഞം. എന്ത്, എന്തിന്, എങ്ങനെ, ഇതായിരുന്നു പറയാൻ ഉദ്ദേശിച്ച വിഷയം. ആ വിഷയത്തെ മനസ്സിലാക്കണം, ചർച്ച ചെയ്യണം. വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് ശരമില്ല പോലെ പ്രകൃതികൾ പറഞ്ഞു പോയിട്ട് ആവശ്യത്തിനുണ്ട് എടുത്താൽ മതി. ഇതെല്ലാം കൂടി എഴുതാൻ ആർക്കും പറ്റില്ല. പക്ഷേ മറക്കരുത്, വിവാഹത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. ആ വിവാഹം കഴിച്ചു കഴിഞ്ഞുള്ള ഉദ്ദേശം ഇതാണ്. നല്ല ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് വിവാഹം. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം മക്കൾ ഉണ്ടാകണം. മക്കളെ പിന്നേക്ക് മാറ്റി വെക്കരുത്. പിന്നേക്ക് മാറ്റി വെക്കാതിരിക്കാനാണ് ദമ്പതി ജായ പതി എന്നൊക്കെ പറഞ്ഞ് ആ ചെയ്ത കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഒക്കെ അതൊക്കെ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ചെയ്യുന്ന ഓരോ ആചരണത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ, ആ ഉദ്ദേശം ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഈ ഒരു കർത്തവ്യം ദേവകാര്യം ചെയ്യണം എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ഈ സുന്ദരമായ ഈ ക്ഷേത്ര നഗരി, ആ നഗരിയിലുള്ള സർവർക്കും, പ്രത്യേകിച്ചും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രഥമ വ്യക്തിത്വം സത്യേട്ടൻ, രഘുചേട്ടൻ, സജിയേട്ടൻ, ഇവിടെ വന്നിരിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണേട്ടൻ, എനിക്ക് പേരറിയാത്തവരും അറിയുന്നവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവർക്കും ആ ഒരു മനസ്സും ഭാവവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.